നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാന യുവജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ചിയാർ കോവിൽമല ITDP ഹാളിൽ സംഘടിപ്പിച്ച ആരോഗ്യ ക്യാമ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യരംഗത്ത് സമീപകാലത്ത് ജില്ല വലിയ മുന്നേറ്റം നടത്തിയതായി മന്ത്രി. ജില്ലയിലെ ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വലിയ അനുഗ്രഹമായി മാറിയിരിക്കുകയാണെന്നും റോഷി അഗസ്റ്റിൻ. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചൊറിയാൻ രാജിവെച്ചു. രാജി സമർപ്പിച്ചത് മുന്നണി ധാരണപ്രകാരം 1.5 വർഷക്കാലം പൂർത്തിയാക്കിയതോടെ. കൈവശ ഭൂമിക്ക് പട്ടയം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ വയോധിക നടത്തിവന്ന സമരം ഫലം കണ്ടു. കലയന്താനി സ്വദേശി അമ്മിണിക്ക് പട്ടയം നൽകാൻ അർഹതയുണ്ടെന്ന് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. പട്ടയം കയ്യിൽ കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് അമ്മിണി. കട്ടപ്പന മിനി സ്റ്റേഡിയത്തിന് സമീപം നിർമ്മാണം പൂർത്തിയാക്കിയ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെയും നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെയും സ്മൃതി മണ്ഡപം നാടിന് സമർപ്പിച്ചു. കട്ടപ്പന നഗരസഭ സ്മൃതി മണ്ഡപത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് 11 ലക്ഷം രൂപ വിനിയോഗിച്ച ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ആരോഗ്യരംഗത്ത് സമീപകാലത്ത് ജില്ല വലിയ മുന്നേറ്റം നടത്തിയതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. സംസ്ഥാന യുവജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ചിയാർ കോവിൽമല ITDP ഹാളിൽ സംഘടിപ്പിച്ച ആരോഗ്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വലിയ അനുഗ്രഹമായി മാറിയിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. അടുത്ത കാലത്താണ് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് 50 ഡോക്ടർമാരുടെ പോസ്റ്റിന് അനുമതി നൽകിയത്. ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഒറ്റയടിക്ക് 50 ഡോക്ടർമാരുടെ പോസ്റ്റ് അനുവദിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമാണ്. ജില്ലയിലെ ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വലിയ അനുഗ്രഹമായി മാറിയിരിക്കുന്നു. ആധുനിക ചികിത്സാ സൗകര്യം മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്ക് ഗ്രാമീണ മേഖലയിൽ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസം നേടാനുള്ള സൗകര്യം കൂടിയാണ് മെഡിക്കൽ കോളേജിലൂടെ ലഭിച്ചത്. 1.5 വർഷക്കാലം കൊണ്ട് പണി കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ സോഴ്സ് ഇവിടുന്നില്ലേ 5 അടി വെള്ളം എടുത്തു കൊണ്ടുവരുന്ന പദ്ധതി നമുക്ക് പൂർത്തീകരിക്കാം. ഇനി ഏതെങ്കിലും സ്ഥലങ്ങളിൽ ആ വെള്ളം കയറി ചെല്ലാത്ത ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകമായിട്ടുള്ള പദ്ധതി നമുക്ക് ആവിഷ്കരിച്ച് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല. 1. 2, ഈ ഗ്രൗണ്ടിൻ്റെ കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹാൻഡ്രിറ്റ് സ്കീമിലാണ് ഇത്രയും ഒരുപാട് പദ്ധതിയാണ് ചെയ്തത്. ഇത് മാത്രമായിരുന്നില്ല, അതിൻ്റെ ഒരു പോർഷൻ കുറേ കാര്യങ്ങൾ ചെയ്തുകൂടി ചെയ്തതാണ്. ഇനി ഈ ഗ്രൗണ്ട് ഒന്ന് ലെവൽ ചെയ്ത് ഇതിൻ്റെ ചുറ്റുമതിലും തീർത്ത് ഈ നെറ്റ്വർക്ക് ഒന്ന് കെട്ടി ഈ പൗലെ ഒക്കെ ഒന്ന് മനോഹരമാക്കി ചെയ്യേണ്ട കാര്യമുള്ളൂ. വലിയ കവി ആവശ്യമില്ല. അത് പഞ്ചായത്തിന് പറ്റുന്ന സ്ഥിതിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ള വന്നപ്പം കോഴിമലയ്ക്കൊരു സമ്മാനം എന്നതിൽ 5 ലക്ഷം രൂപ അതിനുവേണ്ടി അനുവദിക്കാമെന്നുള്ളത് അറിയിക്കുന്നു. ഈ ഗ്രൗണ്ട് പ്രദേശവും റോഡിയുടെ കോട്ട് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾക്ക് ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പഠനത്തിനും ചികിത്സയ്ക്കുമുള്ള മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സർക്കാർ തുടരുകയാണ്. MBBS 1-ാം വർഷ പരീക്ഷാഫലം വന്നപ്പോൾ 94% വിജയം നേടി ഇടുക്കി മെഡിക്കൽ കോളേജ് ഉന്നത നിലവാരമുള്ള സ്ഥാപനമാണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ആരോഗ്യരംഗത്ത് മികച്ച ഇടപെടൽ നടത്തുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ ക്യാമ്പുകളടക്കമുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്ന യുവജന കമ്മീഷനെ അഭിനന്ദിക്കുന്നതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാന യുവജന കമ്മീഷൻ അംഗം അബീഷ് അലോഷ്യസ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ മുഖ്യ അതിഥിയായി. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ചോളി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ VR ആനന്ദൻ, ലിനു ജോസ്, റോയി എവറസ്റ്റ്, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി മെഡിക്കൽ കോളേജ്, കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രം, കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചൊറിയാൻ രാജിവെച്ചു. മുന്നണി ധാരണപ്രകാരം 1.5 വർഷക്കാലം പൂർത്തിയാക്കിയാണ് രാജി സമർപ്പിച്ചത്. കോൺഗ്രസ് മുന്നണി ധാരണപ്രകാരമാണ് രാജി. കഴിഞ്ഞ 1.5 വർഷക്കാലമായിരുന്നു ഷൈനി സണ്ണി ചൊറിയാന്റെ ചെയർപേഴ്സൺ കാലാവധി പൂർത്തിയായതോടെയാണ് രാജി. നഗരസഭാ സെക്രട്ടറി R മണികണ്ഠന് ഷൈനി സണ്ണി ചൊറിയാൻ രാജി സമർപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലയിൽ കഴിഞ്ഞ 1.5 വർഷക്കാലം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിഞ്ഞതായി ഷൈനി സണ്ണി ചൊറിയാൻ പറഞ്ഞു. കട്ടപ്പന നഗരസഭയിലെ 1.5 വർഷത്തെ ചെയർപേഴ്സൺ സ്ഥാനം ലഭിച്ച് ഇന്ന് ഞാനത് രാജിവെച്ചു.
വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് ചെയർപേഴ്സൺ സ്ഥാനം ഞാൻ രാജിവെച്ചത്. കാരണം ജനങ്ങൾക്ക്, സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യാനായി എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് എൻ്റെ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചത്. അപ്പം ഞാൻ രാജിവെക്കുമ്പോൾ വളരെയേറെ സന്തോഷമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിന്ന എൻ്റെ കൗൺസിലേഴ്സ്, അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാർ. അവരുടെയൊക്കെ സ്നേഹം ശരിക്കും പറഞ്ഞാൽ എൻ്റെ രാജിയോടുകൂടിയാണ് എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും എന്ന് പറഞ്ഞാൽ പത്രപ്രവർത്തകരടക്കം എല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് നിന്നതുകൊണ്ടാണ് അത്യാവശ്യം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നഗരസഭയുടെ വികസനത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ഇറങ്ങാനായത്. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ.ജെ. ബെന്നി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, ജോയി പുരുന്നോലി, മറ്റ് കൗൺസിലർമാർ, കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവർ ചെയർപേഴ്സണൊപ്പം ഉണ്ടായിരുന്നു. കൈവശഭൂമിക്ക് പട്ടയം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ വയോധിക നടത്തിവന്ന സമരം ഫലം കണ്ടു. കലയന്താനി സ്വദേശി അമ്മിണിക്ക് പട്ടയം നൽകാൻ അർഹതയുണ്ടെന്ന് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. അതേസമയം പട്ടയം കയ്യിൽ കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് അമ്മിണി. 1975 മുതൽ തൊടുപുഴ കലയന്താനിയിലെ സർക്കാർ തരിശുഭൂമിയിൽ താമസിച്ചുകൊണ്ടിരുന്ന അമ്മിണിയുടെ കൈവശഭൂമിക്ക് പട്ടയം ലഭിക്കുവാൻ നിരവധി തവണ അപേക്ഷ നൽകിയിട്ടും നടപടിയുണ്ടായില്ല. കൂടാതെ സമീപ സ്ഥല ഉടമ അമ്മിണിയുടെ കൈവശഭൂമി കയ്യേറുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു തൊടുപുഴ താലൂക്ക് ഓഫീസിൽ ബുധനാഴ്ച മുതൽ അമ്മിണി സമരം ആരംഭിച്ചത്. വിഷയത്തിൽ റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെ തഹസിൽദാർ ബിജിമോൾ AS ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. പട്ടയത്തിന് അർഹതയുള്ള ആളാണെന്നും 40 വർഷത്തിലധികമായി അമ്മിണി ഇവിടെ താമസമുണ്ടെന്നുമാണ് റിപ്പോർട്ട്. പ്രശ്നം പരിഹരിക്കാൻ 25-ന് ഹിയറിംഗ് നടത്തും. അമ്മിണിയുടെ സ്ഥലം കൈവശപ്പെടുത്തിയിരിക്കുന്ന എതിർകക്ഷികളുടെ പട്ടയവും പരിശോധിക്കും. നേരിട്ട് എത്തുന്നതിനായിട്ട് പട്ടയാവശ്യക്കും പട്ടയം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അമ്മിണിക്കും അതുപോലെ തന്നെ സ്ഥലത്തിന് അവകാശം ഉന്നയിക്കുന്ന നാരായണനും ഹിയറിംഗ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആവശ്യമായ രേഖകൾ കൊണ്ട് ഹാജരാകാൻ പറഞ്ഞ് രണ്ടുപേരും ഹാജരാകാനായിട്ടുള്ള രേഖകൾ ഹിയറിംഗ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അത് ആലക്കോട് വില്ലേജ് മുഖേന നടത്തി കൊടുക്കുന്നതായിരിക്കും. 20 അന്നത്തെ തഹസിൽദാർ 2020 ഫയലിൽ അന്നത്തെ തഹസിൽദാർ ഇത് കേസിൽ കിടക്കുന്ന ഭൂമിയായതിനാൽ കേസിൻ്റെ വിധി വന്നതിന് ശേഷം തുടർന്ന് സ്വീകരിക്കാമെന്ന് എഴുതി ഫയൽ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ തീർന്നു കഴിഞ്ഞ് ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ അവിടെ സ്ഥലമുണ്ടോ. അതായത് അമ്മിണിയമ്മ ആവശ്യപ്പെടുന്ന സ്ഥലം ഇവർ ആർക്കെങ്കിലും പട്ടയം കിട്ടിയതാണോ, പട്ടയം കിട്ടിയ ആൾക്കാർ അവകാശപ്പെടുന്നത് ആ പട്ടയക്കാർ കുടികിടപ്പായിട്ട് അവിടെ കൊണ്ടുവന്ന് അമ്മിണിയമ്മയെ പാർപ്പിച്ചെന്നാണ് പഴയ ഫയൽ പരിശോധിച്ചതിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പോൾ അതിന്മേൽ പുതിയൊരു എൻക്വയറിയുടെ ആവശ്യമുണ്ട്. അതായത് സ്ഥലമാണെന്ന് ഇരിക്കുക, പട്ടയക്കാർ പരിശോധിക്കുക എന്ന് പറഞ്ഞത് തന്നെ ഞാൻ ഇന്നും പറയുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതേസമയം അമ്മിണിയുടെ പട്ടയ നടപടികൾ റവന്യൂ വകുപ്പ് വേഗത്തിലാക്കുമ്പോഴും പട്ടയം കയ്യിൽ കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ഇവർ. എനിക്ക് എൻ്റെ കയ്യിലിരുന്ന 10 സെൻറ്റ് സ്ഥലം ഇവർ മതിൽ കെട്ടിയതോടുകൂടി മതിലെടുത്ത് പൊളിച്ച് വള്ളം കളഞ്ഞ് എൻ്റെ കയ്യിലിരുന്ന 10 സെൻറ്റ് സ്ഥലം എനിക്ക് വേണം. അത് തരിശപ്പെട്ടത് വില്ലേജ് ഓഫീസർ വീട്ടിൽ വന്ന് സർവേ എൻക്വയറി നടത്തിയിട്ട് ഇവിടെ തഹസിൽദാരുടെ കയ്യിൽ എഴുതി കൊടുത്തേക്കണതാണ്. അതുകൂടെ റിപ്പോർട്ട് എൻ്റെ കയ്യിലും ഉണ്ട്. തഹസിൽദാർക്കും കൊടുത്തിട്ടുണ്ട്, അല്ല തഹസിൽദാർക്കും കൊടുത്തിട്ടുണ്ട്. 1-2 കൊല്ലം 2-3 കൊല്ലം ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് പട്ടയം അർഹതയുള്ളതാണെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. വില്ലേജ് ഓഫീസർക്ക് ഒന്നും അറിയാൻ മേലാതല്ല ആലക്കോട് വില്ലേജിൽ നിന്ന് എഴുതി കൊടുത്തേക്കണത്. വില്ലേജ് ഓഫീസർ റോഡിൽ വന്നിരിക്കുമല്ലോ, എൻ്റെ വീട്ടിൽ വന്നിരുന്ന് എഴുതി കൊടുത്തേക്കണതാണ്. അവരിപ്പോൾ സ്ഥലം മാറി വീണ്ടും വേറെ ആൾ കയറി. അവർക്ക് ഇതിനെപ്പറ്റി അറിയാവോ എന്നെപ്പറ്റി അറിയില്ല. അത് കാരണം എനിക്ക് വില്ലേജ് ഓഫീസർ എഴുതി വെച്ചേക്കുന്ന സ്ഥലം എനിക്ക് കിട്ടണം. അത് പട്ടയം തരിശായിട്ടുള്ള സ്ഥലമാണ്, പട്ടയത്തിന് അർഹതയുള്ളതുമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെനിക്ക് കിട്ടിയേ പറ്റൂ, അല്ലാതെ ഞാൻ മാറില്ല. അവർ എൻ്റെ മുറ്റത്ത് കെട്ടിയാക്കണം, അതിലും പൊളിച്ച് കളയണം. ആഗതമായ ജയിലിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഇരിക്കണത്. അവർക്ക് ഗവൺമെൻറ്റിൻ്റെ പൈസയുള്ള ആൾക്കാരെ 3 പേരും, അപ്പനും അതെ മക്കളും അതെ, എനിക്കൊന്നും ഇല്ലാത്തതാണ്. ഗവൺമെൻറ്റിനൊക്കെ ഒളിപ്പിച്ചുകൊണ്ട് അല്ലേ ഈ സ്ഥലവും ഗവൺമെൻറ്റില്ല, ഗവൺമെൻറ്റിൻ്റെ സ്ഥലവും അത് പത്തിക്കപ്പാറ കിടന്ന് ബാക്കി എല്ലാം അവർ പതിച്ചെടുത്തു. 2-3 ഗഡുക്കളായിട്ട് പതിച്ചെടുത്തു. ഇത് പതിക്കാൻ വന്നപ്പോൾ ഞാനത് തടഞ്ഞു വെച്ചുകൊണ്ടാണ് എന്നോട് ഇപ്പോൾ കോടതി കേസ് കൊടുത്തത്. കോടതി വിധിയായെന്നും പറഞ്ഞല്ലേ അവർ പറഞ്ഞേക്കണം. തഹസിൽദാർക്ക് വിധിയായില്ല. തഹസിൽദാർ ഒന്നും അറിയാതെ അല്ലല്ലോ എനിക്ക് എഴുതി വെച്ചേക്കണത്. പട്ടയം നൽകുന്നതിന് സർവേ നടപടികളടക്കം പൂർത്തീകരിക്കുന്നതിന് കാലതാമസം എടുക്കും. മാത്രവുമല്ല 1964 ചട്ടപ്രകാരം പട്ടയം നൽകുന്നത് താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ്. ഇതും അമ്മിണിയുടെ പട്ടയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വിലങ്ങുതടിയാണ്.
കട്ടപ്പന മിനി സ്റ്റേഡിയത്തിന് സമീപം നിർമ്മാണം പൂർത്തിയാക്കിയ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെയും നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെയും സ്മൃതി മണ്ഡപം നാടിന് സമർപ്പിച്ചു. കട്ടപ്പന നഗരസഭ 11 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്മൃതി മണ്ഡപത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ദളിത് സംഘടനകൾ വർഷങ്ങളായി ആവശ്യപ്പെട്ടിരുന്ന ചരിത്ര മുഹൂർത്തത്തിനാണ് കട്ടപ്പന സാക്ഷ്യം വഹിച്ചത്. 300 കിലോ വെങ്കലത്തിൽ ഡോക്ടർ BR അംബേദ്കറുടെയും അയ്യങ്കാളിയുടെയും പൂർണ്ണകായ പ്രതിമകൾ നിർമ്മിക്കാൻ കട്ടപ്പന നഗരസഭ മുൻ ചെയർപേഴ്സൺ ബീന ജോബിയുടെ കാലത്താണ് തുക അനുവദിച്ചത്. പിന്നീടെത്തിയ അധ്യക്ഷ ഷൈനി സണ്ണി ചെറിയാൻ ഇത് യാഥാർത്ഥ്യമാക്കുകയായിരുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്മൃതി മണ്ഡപം നാടിന് സമർപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പനയുടെ ഹൃദയഭാഗത്ത് ഭരണഘടനാ ശില്പിയുടെയും അയ്യങ്കാളിയുടെയും പ്രതിമകൾ സ്ഥാപിക്കാനായത് അഭിമാനകരമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കട്ടപ്പനയെ ഐശ്വര്യപൂർണ്ണമാക്കുന്ന ഒരുപക്ഷെ നമ്മുടെ സാംസ്കാരിക വളർച്ചയെ, നമ്മുടെ നാടിൻ്റെ പുരോഗതിയെ ഒക്കെ എടുത്തു കാണിക്കുന്ന നവോത്ഥാന നായകരുടെ പ്രതിരൂപമാണ് ഇവിടെ തീർച്ചിട്ടുള്ളത്. ഭരണഘടനാ ശില്പി എന്ന നിലയിൽ മാത്രമല്ല, അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയ്ക്ക് ഭരണഘടനയിലൂടെ അവരെ മനുഷ്യരാക്കി മാറ്റി അതിന് നേതൃത്വം കൊടുത്ത ധീര വിപ്ലവകാരിയാണ് മഹാനായ ഡോക്ടർ BR അംബേദ്കർ. നവോത്ഥാന നായകനെന്ന നിലയിൽ ധീരതയുടെയും പോരാട്ടത്തിൻ്റെയും മുഖമാണ് മഹാത്മാ അയ്യങ്കാളി. ഒരു കാലഘട്ടത്തിൻ്റെ പരിഷ്കർത്താക്കളായി നമ്മൾ കാണുമ്പോൾ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ അസ്പർശതയെ മാറ്റി നിർത്താൻ, തുല്യനീതി സമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് രൂപം കൊടുക്കാൻ അനുഭവ പാഠത്തിലൂടെ അനുഭവങ്ങൾ നേരിട്ടവരാണ് ഇവർ രണ്ടുപേരും. സ്മൃതി മണ്ഡപ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം മണ്ഡപത്തിനുള്ളിൽ ടൈൽ വിരിക്കുന്നതിനും മേൽക്കൂര നിർമ്മിക്കുന്നതിനുമായി MLA ഫണ്ടിൽ നിന്ന് മന്ത്രി 3 ലക്ഷം രൂപ അനുവദിച്ചു. യോഗത്തിൽ പ്രതിമകൾ നിർമ്മിച്ച ശില്പികളെയും നഗരസഭ അധ്യക്ഷയെയും കോർഡിനേഷൻ കമ്മിറ്റി ആദരിച്ചു. തുടർന്ന് മിനി സ്റ്റേഡിയത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഓപ്പൺ സ്റ്റേജിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ചെറിയാൻ നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KJ ബെന്നി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ VR സജി, VR ശശി, മനോജം തോമസ്, രതീഷ് വരകുമല, സ്മൃതി മണ്ഡപ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ പ്രശാന്ത് രാജു, ബിനു കേശവൻ, VS ശശി, സുനീഷ് കുഴിമറ്റം, രാജു ആഞ്ഞിലിത്തോപ്പിൽ, നഗരസഭാ വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ മിനി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിനായി തുക അനുവദിച്ച മന്ത്രിയുടെ പേര് ശിലാഫലകത്തിൽ ഉൾപ്പെടുത്താത്തതിനെതിരെ പ്രതിഷേധം. മിനി സ്റ്റേഡിയത്തിന്റെ റൂഫിംഗിനായി 32 ലക്ഷം രൂപ മന്ത്രി റോഷി അഗസ്റ്റിൻ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചെങ്കിലും ശിലാഫലകത്തിൽ മന്ത്രിയുടെ പേര് നഗരസഭ മനഃപൂർവ്വം ഒഴിവാക്കിയതായിട്ടാണ് ആരോപണം. സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ മറ്റപ്പള്ളി പേരപ്പന്റെ സ്മാരകമായിട്ടാണ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ഓപ്പൺ മിനി സ്റ്റേഡിയം നിർമ്മിച്ചത്. ഈ സ്റ്റേഡിയത്തിനാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി നിയോജക മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 31,53,000 രൂപ മുടക്കി റൂഫിംഗ് നടത്തി നൽകിയത്. ഇതിന് പിന്നാലെ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ മുടക്കി സ്റ്റേജും നിർമ്മിച്ചു. നഗരസഭാ അധ്യക്ഷ സ്റ്റേജ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. എന്നാൽ മിനി സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിന് ലക്ഷങ്ങൾ മുടക്കിയ മന്ത്രിയുടെ പേര് ശിലാഫലകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. UDF നേതാക്കളുടെ പേരടക്കം ഫലകത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ മന്ത്രിയെ ഒഴിവാക്കിയത് പ്രതിഷേധകരമാണെന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. വെറും 5 ലക്ഷം രൂപ മുടക്കിയ കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സന്റെ പേരും UDFിലെ വഴിയെ നടക്കുന്ന നേതാക്കന്മാരുടെ പേരും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 35 ലക്ഷം രൂപ മുടക്കിയ മന്ത്രിയുടെ പേര് ഈ ഫലകത്തിൽ കാണാനില്ല. ഇത് UDFുകാരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന സാധനമൊന്നുമല്ല. ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. മന്ത്രി ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ മുടക്കിയാണ് ഇതിൻ്റെ ഓഡിറ്റോറിയം റൂഫ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പരിഗണന പോലും നൽകാതെ കട്ടപ്പനയിൽ ഏകദേശം 10-50 വർഷക്കാലം പൊതുപ്രവർത്തനം നടത്തിയ ചില ആളുകളുടെ പേര് ഒരു ഫലകത്തിൽ പോലും ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഫലകത്തിൽ വരട്ടെ എന്ന് കരുതി കുത്തിത്തിരിയിരിക്കുകയാണ്. ചെയർപേഴ്സൺ ഷൈനി സണ്ണി, അഡ്വക്കേറ്റ് KJ ബെന്നി, മുൻ MLA EM ആഗസ്തി,
നഗരസഭ മുൻ അധ്യക്ഷന്മാരായ ജോണി കുളമ്പള്ളി, ജോയി വെട്ടിക്കുഴി, ബീന ജോബി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളുടെയും നഗരസഭാ അംഗങ്ങളുടെയും പേരാണ് ഫലകത്തിലുള്ളത്. ഇവരിൽ വൈസ് ചെയർമാനും കൗൺസിലർമാരും ഒഴികെയുള്ള നേതാക്കൾ ചടങ്ങിൽ എത്തിയതുമില്ല. റോഷി അഗസ്റ്റിന്റെ പേര് ഒഴിവാക്കിയതിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ സർക്കാരിന് താൽപ്പര്യമില്ലെന്ന് അടൂർ പ്രകാശ് MP. കുമളിയിൽ നടക്കുന്ന കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ കബളിപ്പിച്ച് തന്റെ സ്വത്ത് വർദ്ധിപ്പിക്കുന്നതിലാണ് പിണറായി വിജയന് താൽപ്പര്യമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. കുമളി ഹോളിഡേ ഹോമിൽ നടക്കുന്ന ക്യാമ്പ് അടൂർ പ്രകാശ് MP ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ സർക്കാരിന് താൽപ്പര്യമില്ല. ജനങ്ങളെ കബളിപ്പിച്ച് തന്റെ സ്വത്ത് വർദ്ധിപ്പിക്കുന്നതിനാണ് പിണറായി വിജയന് താൽപ്പര്യമെന്നും അടൂർ പ്രകാശ് MP പറഞ്ഞു. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആരെയും ഏത് തരത്തിലും എങ്ങനെയും കബളിപ്പിക്കുക എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഇവരുടെ മനസ്സിലുള്ളത്. കബളിപ്പിക്കുന്ന ചിന്ത മനസ്സിലുള്ള ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഒരുപക്ഷെ ആ കബളിപ്പിക്കലിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്റെ മക്കൾക്ക് വേണ്ടി മാത്രം എന്ത് പ്രയോജനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന സർക്കാരിന് പണം ഉണ്ടാക്കുവാനുള്ള പുതിയ ഗവേഷണമാണ് ഭൂപതിവ നിയമമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ ആരോപിച്ചു. ഇന്നിപ്പം ഭൂപതിവിന്റെ കാര്യം പറഞ്ഞു, ഇവന്മാർക്ക് ഒരു പൈസ ഈ സർക്കാരിനില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഏത് രൂപത്തിലും പൈസ ഉണ്ടാക്കുക, പണം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ്. ഈ ഭൂപതിവ് പോലും ഒരു ഗവേഷണം നടത്തിപ്പിടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് വെച്ച് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ KC വിജയൻ, EM അഗസ്തി, റോയി K പൗലോസ്, ജോയി തോമസ് എന്നിവർ സംസാരിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85-ൽ നീര്യമംഗലത്തെ പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഡീൻ കുര്യാക്കോസ് MP നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. കൊച്ചി മുതൽ മൂന്നാർ വരെ പാതയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഉൾപ്പെടുന്നതാണ് നീര്യമംഗലം പാലം. 1924-ൽ തിരുവിതാംകൂർ ഭരണാധികാരി സേതുലക്ഷ്മി ബായിയുടെ കാലത്ത് നിർമ്മിച്ച പഴയ പാലം നിലനിർത്തിയാണ് സമീപത്ത് പുതിയ പാലം പണിയുന്നത്. ഇവിടെ നിർമ്മിക്കുവാൻ പോകുന്ന പാലത്തിന്റെ പ്രത്യേകതകൾ, നിലവിലുള്ള പാലത്തിൻ്റെ ഏതാണ്ട് ഇരട്ടിയിലധികം വീതി ഈ പുതിയ പാലത്തിന് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിലവിലുള്ള പാലത്തിൻ്റെ ഇതായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പ്രത്യേകതകളെയും ആ പഴമയുടെ അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള ചരിത്രപരമായ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ പുതിയ പാലത്തിൻ്റെ ഡിസൈനും അതേ രീതിയിൽ തന്നെ ആക്കിയിട്ടുണ്ട്. മാത്രവുമല്ല 5 സ്പാനുകൾ 42.8 മീറ്റർ വരുന്ന 5 സ്പാനുകൾ തന്നെയാണ് ഈ പാലത്തിൻ്റെയും സ്പെസിഫിക്കേഷനിലുള്ളത്. 214 മീറ്റർ നീളത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ ദേശീയപാതയിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കാൻ കഴിഞ്ഞു. സർക്കാരിന്റെ കനിവ് തേടി 10,000-ഓളം CPO ഉദ്യോഗാർത്ഥികളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തുന്ന ഏകദിന ഉപവാസ സമരത്തിന്റെ ഭാഗമായി കട്ടപ്പനയിലും ഉദ്യോഗാർത്ഥികളുടെ നേതൃത്വത്തിൽ സമരം നടന്നു. ഗാന്ധി സ്ക്വയറിന് മുന്നിൽ നടന്ന ഉപവാസ സമരം AIYF ജില്ലാ സെക്രട്ടറി KJ ജോയിസ് ഉദ്ഘാടനം ചെയ്തു. 2019-ൽ നൽകിയ അപേക്ഷയിൽ 2020-ൽ വന്ന റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയാറായി. റാങ്ക് ലിസ്റ്റിൽ നിന്നും 10% പോലും നിയമനം നടന്നിട്ടില്ല. പോലീസ് സേനയിൽ നിരവധി ഒഴിവുകൾ കിടക്കുമ്പോഴാണ് റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒഴിവ് നികത്താൻ സർക്കാർ കൂട്ടാക്കാത്തത്. ലിസ്റ്റിൽ ഉള്ളവരിൽ പലരുടെ പ്രായപരിധിയും കടന്നു പോവുകയാണ്. റാങ്ക് ലിസ്റ്റിൽ നിന്നും ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. റാങ്ക് ലിസ്റ്റ് വന്ന 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ PSC വീണ്ടും പോലീസ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ വിളിക്കുകയും അതിൻ്റെ എക്സാം നടക്കുകയും ഇപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതും കൂടാതെ PSC വീണ്ടും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. അപ്പോൾ തന്നെ 2023 ഡിസംബർ മാസം PSC വീണ്ടും പോലീസ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ, അതായത് ഒരു സമയത്ത് 3 പോലീസ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം അതുതന്നെയാണ് നമ്മളെല്ലാവരെയും വളരെയധികം ആശങ്കയിലാക്കുന്നത്. നമ്മൾ ഈ 2019 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷയായിരുന്നു ഈ ഒരു റാങ്ക് ലിസ്റ്റ്. കാരണം സർക്കാർ പറയുകയുണ്ടായിരുന്നു റാങ്ക് ലിസ്റ്റ് വരുന്ന എല്ലാവർക്കും തന്നെ ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഇനി റാങ്ക് ലിസ്റ്റ് വരുന്നത് വേക്കൻസിക്ക് അനുസരിച്ച് മാത്രമായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വന്നാൽ ജോലി കിട്ടുമല്ലോ എന്നൊരു പ്രതീക്ഷയിലാണ്. അപ്പം 2019 നോട്ടിഫിക്കേഷൻ വിളിച്ച് ഈ 2024 ലിസ്റ്റ് നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും റാങ്ക് ലിസ്റ്റുള്ള എല്ലാവരുടെയും
5 വർഷമാണ് ഈ റാങ്ക് ലിസ്റ്റിന് വേണ്ടി നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്ന വഞ്ചനാ നിലപാടിനെതിരെയാണ് സമരം നടന്നത്. 10,000-ഓളം CPO ഉദ്യോഗാർത്ഥികളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏകദിന ഉപവാസ സമരം നടന്നിരുന്നു. റാങ്ക് ലിസ്റ്റിൽ ജില്ലയിൽ മാത്രം 1000-ലധികം ഉദ്യോഗാർത്ഥികളാണ് നിയമനം കാത്തുകഴിയുന്നത്. കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നടന്ന ഉപവാസം AIYF ജില്ലാ സെക്രട്ടറി KJ ജോയ്സ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഈ സമരത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു പ്രശ്നം ധനപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങൾ മാറ്റിവെക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ്. ആ നിലപാടിനോട് തന്നെയാണ് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നത്. നമ്മുടെ ഗവൺമെന്റിന്റെ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിരവധി ധനപ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. അത് നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. രാഷ്ട്രീയമായ മറ്റു പല വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ടെല്ലാം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും. പക്ഷെ എന്നാൽ ധനപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇത്തരം നിയമനങ്ങൾ PSCയുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ അങ്ങനെ മാറ്റിവെക്കരുത് എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ട് എങ്കിൽ ആ പ്രതിസന്ധിയെ മറികടക്കാൻ ആവശ്യമായ ഒരു സമീപനം ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ PSC ജില്ലാ ഓഫീസുകൾക്ക് മുന്നിലും സംഘടിപ്പിച്ച ഏകദിന ഉപവാസത്തിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പനയിലും സമരം നടന്നത്. വണ്ടൻമേട് പുറ്റടി ചേമ്പുംകണ്ടത്ത് ഇരുചക്ര വാഹനമിടിച്ച് മരിച്ച 5 വയസ്സുകാരി പ്രാർത്ഥനയ്ക്ക് കണ്ണീരോടെ വിട ചൊല്ലി ജന്മനാട്. മുത്തശ്ശിക്കൊപ്പം നടന്നു പോകുന്നതിനിടയിലാണ് തിങ്കളാഴ്ച അപകടമുണ്ടായത്. തേക്കടി മൂന്നാർ സംസ്ഥാന പാതയിൽ ചേമ്പുംകണ്ടത്ത് വെച്ച് ഇരുചക്രവാഹനമിടിച്ചാണ് വിജയവിലാസം രതീഷ് കുമാർ ഷീജ ദമ്പതികളുടെ ഏകമകൾ പ്രാർത്ഥനയ്ക്ക് ഗുരുതര പരിക്കേറ്റത്. പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെ മരണം സംഭവിക്കുകയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ട് 8 മണിയോടെ ചേമ്പുംകണ്ടത്തെ വാടക വീട്ടിലെത്തിച്ച കുഞ്ഞു പ്രാർത്ഥനയെ അവസാനമായി ഒരു നോക്കു കാണാൻ ഇടമുറിയാതെ ജനപ്രവാഹമായിരുന്നു. MM മണി MLA, മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TSBC KR സോദരൻ തുടങ്ങി വിവിധ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകരും അന്തിമോപചാരമർപ്പിക്കാനെത്തിയിരുന്നു. തുടർന്ന് കുട്ടിയുടെ മാതാവിന്റെ അച്ഛൻകാനം കുളപ്പാറമേട്ടിലുള്ള തറവാട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു. വലിയ ജനാവലി സാക്ഷിയായി ഏവരെയും കണ്ണീരിലാഴ്ത്തി കുഞ്ഞു പ്രാർത്ഥനയുടെ മൃതശരീരം തറവാട് വീട്ടിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയെടുത്ത് അടക്കം ചെയ്തു. അയ്യങ്കാളി കേന്ദ്രീയ ചേരമർ ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചും പെൺകുട്ടിയുടെ പിതാവിന് നേരെയുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചുമാണ് അയ്യങ്കാളി കേന്ദ്രീയ ചേരമർ ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചത്. അയ്യങ്കാളി കേന്ദ്രീയ ചേരമർ ഹിന്ദു മഹാസഭ പ്രസിഡന്റ് P. പ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. ആ കുടുംബത്തിന് നീതി, ആ മരിച്ചുപോയ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണം എന്ന് ആവശ്യമുന്നയിക്കുകയും ആവശ്യമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയൊരു പ്രസ്ഥാനമാണ് അത് വിവിധ ജില്ലകളിൽ. അതേപോലെ ഈ വണ്ടിപ്പെരിയാറിൽ ഞങ്ങൾ ഇത്തരമൊരു സമരരംഗത്തേക്ക് ഞങ്ങൾക്ക് വരാനുണ്ടായ ഒരു കാരണം ഇന്ത്യൻ ഭരണഘടന ഇവിടെ വിഭാവന ചെയ്തപ്പോൾ, ഇവിടെ എഴുതി സമർപ്പിക്കപ്പെട്ടപ്പോൾ, ഇവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഇന്ത്യൻ ഭരണഘടന ഇവിടെ സമർപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ പ്രത്യേകമായി ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ട്രഷറർ VK രവി, വൈസ് പ്രസിഡന്റുമാരായ ശാന്തമ്മ രവി, ബിജു വാസു, സംസ്ഥാന സെക്രട്ടറിമാരായ KC ഷാജി, അഭിലാഷ് മറ്റക്കര, സജികുമാർ പെരുമ്പായിക്കാട്, P. കരുണാകരൻ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ബിനീഷ് വയല, സംസ്ഥാന വനിതാ സമാജം പ്രസിഡന്റ് ശൈലജ, സെക്രട്ടറി ജയന്തി ജയമോഹൻ, വനിതാ സമാജം യൂണിയൻ പ്രസിഡന്റ് ഗായത്രി മനോജ്, സെക്രട്ടറി ഓമന അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ സൗജന്യ കലാപരിശീലനം നേടിയവരുടെ അരങ്ങേറ്റവും കലാ സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കുള്ള പ്രതിഭാ പുരസ്കാരവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കട്ടപ്പന ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി കേരള ഫോക്ലോർ അക്കാദമി ചെയർമാനും കവിയും ഗാനരചയിതാവുമായ OS ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് അധ്യക്ഷനായിരിക്കും. കേരള കലാമണ്ഡലം തെക്കൻ കളരി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് കലാമണ്ഡലം രവികുമാർ അരങ്ങേറ്റ സന്ദേശം നൽകും. സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ S. സൂര്യലാൽ പദ്ധതി വിശദീകരണം നടത്തും. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാനും കവിയും ഗാനരചയിതാവുമായ OS ഉണ്ണികൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള സൗജന്യമായിട്ട് പരിശീലനം നേടിയ വജ്രജൂബിലി കലാകാരന്മാരുടെ അരങ്ങേറ്റവും 100-ൽ പരം ആളുകളുടെ വിവിധ കലാരംഗങ്ങളിലുള്ള ചെണ്ട അങ്ങനെയുള്ള 100-ൽ പരം കലാകാരന്മാരുടെ അരങ്ങേറ്റവും അതുപോലെ തന്നെ വിവിധ മണ്ഡലങ്ങളിൽ
പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള പ്രതിഭകൾക്കുള്ള പുരസ്കാരം ഈ വരുന്ന ജനുവരി 21 ഞായറാഴ്ച ടൗൺ ഹാളിൽ കട്ടപ്പന നഗരസഭയുടെ ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. ചടങ്ങിൽ കലാ സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കും. തുടർന്ന് ചെണ്ട, കർണാടക സംഗീതം, കഥകളി എന്നിവയുടെ അരങ്ങേറ്റവും നടക്കും. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കലാമണ്ഡലം ശരത്, കലാമണ്ഡലം ഹരിത, ഡോക്ടർ ബോബിൻ കെ രാജു എന്നിവർ പരിശീലിപ്പിച്ച 100ഓളം കലാപ്രതിഭകളാണ് ചടങ്ങിൽ അരങ്ങേറ്റം കുറിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ചെണ്ട, കർണാട്ടിക് മ്യൂസിക്, അതുപോലെ തന്നെ കഥകളി ഇവയിൽ പരിശീലനം നേടിയവരുടെ അരങ്ങേറ്റമാണ് ഈ വരുന്ന 21-ാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ കട്ടപ്പന ടൗൺ ഹാളിൽ നടക്കുന്നത്. ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MD മനോജ് അധ്യക്ഷത വഹിക്കും. അതുപോലെ തന്നെ കലാമണ്ഡലം HOD രവികുമാർ സാറ് അരങ്ങേറ്റ സന്ദേശം നൽകും. തുടങ്ങിയ വിവിധ കലാ സാംസ്കാരിക സാമൂഹിക നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. അതിനോടൊപ്പം തന്നെ വിവിധ കലാ സാംസ്കാരിക മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളെ ഈ വജ്രജൂബിലി ഫെലോഷിപ്പിൻ്റെ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിക്കുന്ന ചടങ്ങുണ്ട്. വാർത്താ സമ്മേളനത്തിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ്, സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ S സൂര്യലാൽ, കലാ അധ്യാപകരായ കലാമണ്ഡലം ശരത്, കലാമണ്ഡലം ഹരിത, ഡോക്ടർ ബോബിൻ കെ രാജു, വജ്രജൂബിലി ടീം അംഗങ്ങളായ വീണ വിശ്വനാഥൻ, V ജയലക്ഷ്മി, അജിത് സോമൻ, KS പ്രദീപ്, അതുല്യ പുഷ്പരാജ് എന്നിവർ പങ്കെടുത്തു. NGO യൂണിയന്റെ നേതൃത്വത്തിൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. സർക്കാർ ജീവനക്കാർക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെയും ഉപ്പുതറ പഞ്ചായത്ത് ജീവനക്കാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കെതിരെയുമാണ് യൂണിയൻ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സർക്കാർ ജീവനക്കാർക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെയാണ് NGO യൂണിയൻ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ രാത്രിയിൽ ഉദ്യോഗസ്ഥർ മദ്യപിക്കുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്നും ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഓഫീസിൽ ഇരുന്നതെന്നും ചിലർ മനഃപൂർവ്വം രാഷ്ട്രീയ വിദ്വേഷം തീർക്കുകയാണെന്നും വെളിപ്പെടുത്തിയായിരുന്നു യോഗം. NGO യൂണിയൻ ജില്ലാ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ യോഗത്തിൽ സംസാരിച്ചു. ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. മറിച്ച് ഇതൊന്നും ചെയ്യാത്ത ആളുകളെ മനഃപൂർവ്വമായി കുറ്റക്കാരാക്കുന്ന തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ആ പ്രതിഷേധത്തിൽ അണിചേരുക തന്നെ വേണം. കേരള NGO യൂണിയൻ ജില്ലാ കമ്മിറ്റി ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള പ്രവർത്തനത്തിനെതിരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. യോഗത്തിൽ ഉപ്പുതറ അയ്യപ്പൻകോവിൽ മേഖലയിലെ വിവിധ സർക്കാർ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സുലൈമാൻ കുട്ടി, മിഥുൻ ലാൽ, C രതീഷ് എന്നിവർ നേതൃത്വം നൽകി. ഏലം കർഷകരുടെയും കർഷക സംഘടനകളുടെയും കൂട്ടായ്മയായ കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷന്റെ ഉദ്ഘാടനം ജനുവരി 21-ാം തീയതി ഞായറാഴ്ച പുളിയന്മല നെസ്റ്റ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിക്കും. ഇടുക്കി ജില്ലയിലെ ഏലം കർഷകരും ഏലം വ്യവസായവും അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്തുന്നതിനും ഏലം കർഷക സംഘടനകളും ഏലം കർഷകരും ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണമെന്നുമുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് വണ്ടൻമേട് ആസ്ഥാനമായി കാർഡമം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടന രൂപീകരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഏല കർഷകരെ മാത്രമായിട്ടുള്ളല്ല, ഇതിൻ്റെ വാക്ക് തന്നെ ഇങ്ങനെയാണ്: യുണൈറ്റഡ് ഫോറം ഫോർ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ദ കാർഡമം ഇൻഡസ്ട്രി. ഈ ഏല വ്യവസായത്തിൽ ഏല മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷകരെ അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു ഫോറം പോലെ രൂപീകരിക്കുകയാണ് ലക്ഷ്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഏലം മേഖലയുടെ മൊത്തത്തിലുള്ള ഒരു കൂട്ടായ്മ. അതിൻ്റെ അകത്ത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ആയിട്ടുള്ളവരുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് വ്യാപാരികളുണ്ട്, ഓപ്ഷൻ പ്രതിനിധികളുണ്ട്, എക്സ്പോർട്ടർമാരുണ്ട്. അതുപോലെ ഈ മേഖലയായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ കൂട്ടായ്മകളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംരംഭമാണിത്. ഇതിൽ എപ്പോഴും മുൻതൂക്കം പ്ലാന്റേഴ്സിനായിരിക്കും, കാർഡമം കർഷകരുടെ ആയിരിക്കും പ്രഥമ പരിഗണന. പക്ഷേ എല്ലാവരുടെയും കൂടി യോജിപ്പിച്ച് ഏലം മേഖലയ്ക്കായി ഒന്നായി കേരള സംസ്ഥാന സർക്കാരുമായിട്ടും അതുപോലെ തന്നെ കേന്ദ്രത്തിലുള്ള കേന്ദ്ര സർക്കാരുമായിട്ടും സ്പൈസസ് ബോർഡുമായിട്ടൊക്കെ ഉള്ള നിരന്തരമായിട്ടുള്ള ലൈസൺ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. വണ്ടൻമേട്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഫെഡറേഷന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന്റെ ഉദ്ഘാടനം കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. ഫെഡറേഷന്റെ ലോഗോയുടെ പ്രകാശനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും മെമ്പർഷിപ്പ് ID വിതരണം ഉടുമ്പൻചോല MLA MM മണിയും നിർവഹിക്കും.
ഫെഡറേഷൻ ചെയർമാൻ സ്റ്റെനി പോത്തൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ കമ്പം MLA N. രാമകൃഷ്ണൻ, പീരുമേട് MLA വാഴൂർ സോമൻ, ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ, മുനമ്പി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ശ്രീധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം രാരിച്ചൻ നീർണാങ്കുന്നേൽ, പാമ്പാടുംപാറ പ്രഭാകർ, K. കുമാർ എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫെഡറേഷൻ ചെയർമാൻ സ്റ്റെനി പോത്തൻ, ജനറൽ സെക്രട്ടറി PR സന്തോഷ്, ട്രഷറർ S. ജീവാനന്ദൻ, വൈസ് ചെയർമാൻ VJ ജോസഫ്, കോർ കമ്മിറ്റി അംഗം R. മണിക്കുട്ടൻ, ബിജു സക്കറിയ എന്നിവർ പങ്കെടുത്തു. അവതാളത്തിലായ ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാത്തതിൽ കോൺഗ്രസ് പ്രതിഷേധത്തിനൊരുങ്ങുന്നു. ഡോക്ടർമാരുടെയും മരുന്നുകളുടെയും കുറവാണ് ആശുപത്രിയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. ഇതോടെ ആദിവാസി തോട്ടം മേഖലയിലെ ജനങ്ങൾ ഉൾപ്പെടെ ദുരിതത്തിലാണ്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഉപ്പുതറ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനമാണ് അവതാളത്തിലായിരിക്കുന്നത്. ആവശ്യത്തിന് ഡോക്ടർമാരോ മരുന്നുകളോ ഇവിടെയില്ല. എന്നാൽ ദിവസവും നിരവധിയായ ജനങ്ങൾ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. മെഡിക്കൽ ഓഫീസറടക്കം 2 ഡോക്ടർമാർ മാത്രമേ ഇപ്പോൾ ആശുപത്രിയിലുള്ളൂ. ഇത് കാരണം 50 കിടക്കകളുള്ള ആശുപത്രിയിൽ OP വിഭാഗം പോലും നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല. 400ഓളം രോഗികളാണ് ഓരോ ദിവസവും OPയിൽ മാത്രം ചികിത്സ തേടിയെത്തുന്നത്. 50 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. എന്നാൽ രാവിലെ എത്തുന്നവർ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരുന്നു. OPയിലുള്ള ഡോക്ടർ ഉച്ചഭക്ഷണം പോലും ഉപേക്ഷിച്ച് രോഗികളെ നോക്കേണ്ട ഗതികേടിലാണ്. PHC ആയിരുന്നപ്പോഴുള്ള സ്റ്റാഫ് പാറ്റേണാണ് ഇപ്പോഴും ആശുപത്രിയിലുള്ളത്. പിന്നീട് ബ്ലോക്ക് PHC ആയും തുടർന്ന് കമ്മ്യൂണിറ്റി സെന്ററായും ഉയർത്തി. എന്നാൽ ജീവനക്കാരുടെ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഒപ്പം മരുന്നുകളുടെ കുറവും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. നാളുകളായി വിഷയത്തിൽ പരാതി ഉയർന്നിട്ടും ആരോഗ്യവകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കാത്തതിനെതിരെയാണ് സമരപരിപാടികൾ നടത്തുന്നതെന്ന് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു ആവശ്യത്തിന് ഡോക്ടർമാരും എല്ലാ രീതിയിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സാധാരണക്കാർക്ക് ഒരു അത്താണിയായിരുന്ന ഒരു ആശുപത്രിയായിരുന്നു ഉപ്പുതറ ഗവൺമെൻറ് ആശുപത്രി. ഇപ്പോൾ അതിൻ്റെ നിലവിൽ യാതൊരുവിധ പ്രവർത്തനമില്ലാതെ മരുന്നോ ഡോക്ടർമാരുടെ സേവനമില്ലാതെ നിലവിൽ ഇപ്പം നടന്നു പോവുകയാണ്. അതിനെതിരെ ശക്തമായ സമര പരിപാടികളുമായിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശക്തമായ സമര പരിപാടികൾ ഉടൻ തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. പഞ്ചായത്തിലെ തോട്ടം ആദിവാസി മേഖലയിലെ ജനങ്ങൾക്ക് ആകെയുള്ള ആശ്രയമാണ് ഉപ്പുതറ സർക്കാർ ആശുപത്രി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാനും സാധിക്കുന്നില്ല. അടിയന്തര ആരോഗ്യ പ്രശ്നങ്ങളടക്കമുണ്ടായാൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. വർഷങ്ങളായി തുടരുന്ന ആശുപത്രിയുടെ പരാധീനതയ്ക്കെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമരം നടത്താൻ ഒരുങ്ങുന്നത്. പോക്സോ കേസിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 2 പേർ വണ്ടൻമേട് പോലീസിന്റെ പിടിയിലായി. 2023 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. 2023 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. കൗൺസിലിംഗിനിടെയാണ് പെൺകുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞത്. പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയ പ്രായപൂർത്തിയാകാത്ത ഒരാളും പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയ അണക്കര ഈതൽ വീട്ടിൽ ബിജോയുമാണ് പിടിയിലായത്. ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളും കേസിൽ പ്രതിയാണ്. 2023 സംഭവം നടന്നത്. കൗൺസിലിംഗിനിടെ പെൺകുട്ടി പീഡന വിവരം പുറത്തു പറയുകയായിരുന്നു. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും വണ്ടൻമേട് പോലീസ് പിടികൂടിയത്. വണ്ടിപ്പെരിയാർ 59 മൈലിന് സമീപം അയ്യപ്പ ഭക്തരുടെ വാഹനവും കാറും തമ്മിൽ കൂട്ടിയിടിച്ച അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ശബരിമല ദർശനം കഴിഞ്ഞ് കർണാടക തുംകൂറിലേക്ക് പോവുകയായിരുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനവും വാഗമണിൽ നിന്നും കുമളിയിലേക്ക് പോവുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന് പിന്നിൽ യാത്ര ചെയ്തിരുന്ന വാഗമൺ പുള്ളിക്കാനം പുതുക്കോട് എസ്റ്റേറ്റ് സ്വദേശി കാർത്തിക്, അയ്യപ്പ ഭക്തരായ കർണാടക തുംകൂർ സ്വദേശികളായ സഞ്ജയൻ, അജൻകുമാർ, അനിൽ എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലുകൾക്ക് ഒടിവുണ്ടായിരുന്നതിനാൽ വാഗമൺ സ്വദേശി കാർത്തിക്കിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല. ഒരേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളിൽ അയ്യപ്പ ഭക്തരുടെ വാഹനം മറ്റൊരു വാഹനത്തിനെ മറികടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സ്വച്ഛ് സർവേക്ഷൺ പ്രവർത്തനത്തിൽ കേരളത്തിലെ മികച്ച നഗരസഭകളിൽ കട്ടപ്പനയ്ക്ക് 5ാം സ്ഥാനം. നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഹരിതകർമ്മ സേനാംഗങ്ങൾ, ശുചീകരണ തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് നഗരസഭയിൽ ആദരവ് നൽകി. സ്വച്ഛ് സർവേക്ഷണിൽ കേരളത്തിലെ മികച്ച നഗരസഭകളിൽ കട്ടപ്പന നഗരസഭ 5ാം സ്ഥാനം നേടി. മാലിന്യ സംസ്കരണത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരെ നഗരസഭാ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭയെ മാലിന്യമുക്തമാക്കുന്നതിൽ ശുചീകരണ തൊഴിലാളികളും ഹരിതകർമ്മസേനയും വഹിക്കുന്ന പങ്ക് അഭിനന്ദനാർഹമാണെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. നിങ്ങളും
നമ്മളും എല്ലാം കൂടി ഒരുമിച്ച് നിന്നാൽ ഇത് നമുക്ക് അടുത്ത പ്രാവശ്യം 2025 ഒന്നാം റാങ്കിലേക്ക് എത്താൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം നിങ്ങളുടെ പ്രവർത്തനം എവിടെ ചെന്നാലും ശ്ലാഘനീയമാണ്. കാരണം കട്ടപ്പന നഗരസഭയിലെ ഏറ്റവും ശുചിത്വമുള്ള ഒരു നഗരസഭയാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ 34 വാർഡിൽ ശുചിത്വമുള്ള വാർഡാക്കി മാറ്റുന്നതിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന ഞാനോ അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലർമാരോ അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗമോ അവരതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ മനസ്സ് വെച്ചാൽ മാത്രമേ ഈ പറയുന്ന നമുക്ക് റാങ്കിങ് ഒക്കെ ആയിട്ട് പോരാനായിട്ട് സാധിക്കുകയുള്ളൂ. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി അധ്യക്ഷനായിരുന്നു. ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ആർ ഭാഗ്യരാജ്, പ്രോഗ്രാം ഓഫീസർ അനുമോൾ തങ്കച്ചൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മനോജ് മുരളി, ലീലാമ ബേബി, കൗൺസിലർമാരായ സിജു ചക്കുമൂട്ടിൽ, തങ്കച്ചൻ പുരയിടം, രാജൻ കാലാച്ചിറ, മായ ബിജു, ഏലിയാമ്മ കുര്യാക്കോസ്, സോണിയ ചിബി, ഷിജിമോൾ തങ്കച്ചൻ, സജിമോൾ ഷാജി, ജെസി ബെന്നി, ബിന്ദുലത രാജു, ബീന സിബി, സെക്രട്ടറി ആർ മണികണ്ഠൻ, ഹെൽത്ത് സൂപ്പർവൈസർ ജിൻ സിറിയക്, CDS ചെയർപേഴ്സൺ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 43ാമത് വാർഷികാഘോഷം നടന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് ഹയർ സെക്കൻഡറി രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും അധ്യാപക രക്ഷകർതൃ ദിനവും സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വെച്ചാണ് നടന്നത്. ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം സ്കൂളിൽ സ്തുത്യർഹമായ രീതിയിൽ സേവനമനുഷ്ഠിച്ച സർവീസിൽ നിന്നും വിരമിക്കുന്ന മേഴ്സിക്കുട്ടി PIക്കും KC ജോർജിനും യാത്രയപ്പം നൽകി. ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാ അർത്ഥത്തിലും സന്തോഷകരമായ ഒരു സുദിനമാണ്. 25 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മുടെ ഹയർ സെക്കൻഡറി യാഥാർത്ഥ്യമായത്. തീർച്ചയായും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയതായ ഒരു പരിവർത്തനമായിരുന്നു ഹയർ സെക്കൻഡറിയുടെ തുടക്കം എന്നുള്ളത് അനുഭവവേദ്യമാണ്. അങ്ങനെ തുടക്ക കാലഘട്ടം മുതലേ ഹയർ സെക്കൻഡറി സ്കൂള് നമുക്ക് ഈ വെള്ളയാങ്കുടിയിൽ ലഭിക്കുകയും 25 വർഷക്കാലം തന്നെ ഏറ്റവും മികച്ച റിസൾട്ട് പ്രദാനം ചെയ്തുകൊണ്ട് അതിൻ്റെ ഉദ്ദേശ്യ പ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുള്ള മികച്ച നിലവാരത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആവേശകരമായ നേട്ടം. സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട് അധ്യക്ഷനായിരുന്നു. ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോർജ് തകടിയേൽ, മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ, പ്രിൻസിപ്പൽ ജിജി ജോർജ്, ഹെഡ്മിസ്ട്രസ് വിൻസി സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് ജോജോ കുടക്കച്ചിറ, സ്കൂൾ ചെയർമാൻ ജെഫിൻ ജോജോ, സ്കൂൾ ലീഡർ റിമ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പെരിഞ്ചാംകുട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ വാർഷികവും രക്ഷകർതൃ സമ്മേളനവും നടന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ചാംകുട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 43ാമത് വാർഷികവും രക്ഷകർതൃ സമ്മേളനവുമാണ് നടന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വാർഷികാഘോഷ സമ്മേളനം ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ഒക്കെ നിയമനിർമ്മാണ സഭകളിലും അതുപോലെ ഉദ്യോഗസ്ഥ തലങ്ങളിലെല്ലാം ഈ നാടിനെ അറിയുന്നവർ, നാടിൻ്റെ തനിമ മനസ്സിലാക്കുന്നവർ അവർ ഉണ്ടായി വരേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന നിയമങ്ങൾ ഉണ്ടാവുകയും. പലപ്പോഴും കോടതികളിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവാറുണ്ട്. നാടിനെ അറിയാത്തവർ വിധികർത്താക്കളായി വരുമ്പോൾ സ്വാഭാവികമായി ഒന്നുണ്ടാവും. അപ്പം അങ്ങനെ എല്ലാ മേഖലയിലും നാടിൻ്റെ വികാരം ഉയർത്തിപ്പിടിക്കുന്ന അറിവുള്ളവർ, മറ്റുള്ളവരെ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുന്നവർ, അവരുടെ സാന്നിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച നിലവാരത്തിൽ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട്, ഏറ്റവും നല്ല പഠന നിലവാരം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട്, ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ 6-7 വർഷക്കാലമായി തുടർച്ചയായി SSLCക്ക് 100% വിജയമെന്ന് പറഞ്ഞാൽ ഗ്രാമീണ മേഖലയിൽ അതൊരു ചെറിയ നേട്ടമല്ല. ഏതെങ്കിലും ഒരു ടൗൺ പ്രദേശത്തെ ഒരു സ്കൂളിന് 100% വിജയം കിട്ടി എന്ന് പറഞ്ഞാൽ അതൊരു വാർത്തയല്ല. എന്നാൽ ഇവിടെ ഈ സ്കൂളിന് 100% വിജയം നിലനിർത്താൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും സർവോപരി
സ്കൂളിലെ എല്ലാമായ വിദ്യാർത്ഥിനികളുടെ കൂട്ടായ പരിശ്രമത്തിന്റെ നേട്ടമാണ്. PTA പ്രസിഡന്റ് അഭിലാഷ് കെ സുനുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ രാജു CM, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എബി തോമസ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി സജി, സുരേഷ് മരുതൂലിൽ, ജോസ്മി ജോർജ്, റിജി ഇടിയാംകുന്നേൽ, ഫാദർ നോബിൾ കുത്തനാപ്പിള്ളിൽ, അനിൽ കല്ലുവട്ടം, ബേബി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളും ചേർന്ന് സംയുക്തമായി അവതരിപ്പിച്ച കലാവിരുന്ന് ഏറെ ശ്രദ്ധേയമായിരുന്നു. കട്ടപ്പന വള്ളക്കടവിൽ ജനകീയാരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. കട്ടപ്പനയ്ക്ക് അനുവദിച്ച 3 ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ ആദ്യത്തെ ആശുപത്രിയാണ് പ്രവർത്തനം ആരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണിച്ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന നഗരസഭയിൽ 3 ജനകീയാരോഗ്യ കേന്ദ്രങ്ങളാണ് കേന്ദ്ര ആരോഗ്യവകുപ്പ് അനുവദിച്ചത്. ഇതിൽ വള്ളക്കടവിൽ അനുവദിച്ച ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനമാണ് ആരംഭിച്ചത്. 1 ഡോക്ടർ, 2 നഴ്സ്, 1 ഫാർമസിസ്റ്റ് എന്നിവർ സേവനം ചെയ്യുന്ന ആശുപത്രിയിൽ PHCയിലെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയാണ് പ്രവർത്തനം നടക്കുക. സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ആശുപത്രിയാണ് സമയബന്ധിതമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ആശുപത്രിയുടെ ഉദ്ഘാടനം നാടമുറിച്ചും ശിലാഫലകം അനാച്ഛാദനം ചെയ്തും നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണിച്ചെറിയാൻ നിർവഹിച്ചു. നമുക്കറിയാം, ഈ വെൽനസ് സെൻ്ററുകൾ യഥാർത്ഥത്തിൽ നമുക്ക് ഫണ്ട് അനുവദിച്ചിട്ട് ഏകദേശം 3 വർഷത്തോളം ആകുകയാണ്. ഞാൻ ഭരണസമിതിയിൽ കയറിയപ്പം മുതൽ ഈ 3 വെൽനസ് സെൻ്ററുകളും ആരംഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇപ്പം നമ്മുടെ വൈസ് ചെയർമാൻ പറഞ്ഞതുപോലെ 3 സ്ഥലത്തെ പല വീടുകൾ അല്ലെങ്കിൽ പല ബിൽഡിങ്ങുകൾ ഞങ്ങൾ പോയി കണ്ടു. അപ്പോൾ എവിടെയെല്ലാം വന്ന താമസം എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങുന്നതിനുണ്ടാകുന്ന താമസമാകുമ്പോൾ നമ്മൾ ബിൽഡിങ് പറഞ്ഞു വെച്ചാൽ 1-2 മാസം അല്ലെങ്കിൽ 3-4 മാസം അവർ നോക്കിയിരുന്നിച്ച് അവർ വേറൊരാൾക്കത് കൈമാറും. അങ്ങനെ പലതായിട്ട് മാറി വന്നാണ് ഇപ്പം നമുക്ക് 3 സെൻറ്ററുകളും ഏകദേശം പണി പൂർത്തീകരിച്ചു വരികയാണ്. 1 നത്തുകലിലും 1 പാറക്കടവിലും. അതിൻ്റെ പാർട്ടീഷനും കൂടി നടന്നാൽ നമുക്കിപ്പോൾ നടത്താനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് മരുന്നുകളെല്ലാം ആയിട്ടുണ്ട്, സ്റ്റാഫുകളെല്ലാം ആയിട്ടുണ്ട്, ബാക്കി എല്ലാ അറേഞ്ച്മെൻറ്റ്സും നമുക്ക് ആയിട്ടുണ്ട്. യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ KJ ബിന്നി അധ്യക്ഷനായിരുന്നു. കൗൺസിലർമാരായ മനോജ് മുരളി, ഷജി തങ്കച്ചൻ, ഡോക്ടർ ആൽബർട്ട്, ഡോക്ടർ ജസ്, ഡോക്ടർ അമലു, ഡോക്ടർ കെൽവിൻ എന്നിവർ സംസാരിച്ചു. ഉപ്പുതറ കൃഷിഭവന്റെ പ്രവർത്തനം അവതാളത്തിലായതായി പരാതി. പൊതുജനങ്ങൾക്ക് കൃഷിഭവൻ മുഖാന്തരം ലഭിക്കേണ്ട സേവനങ്ങൾ കൃത്യമായി ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലെന്നും കൃഷിഭവനിലെ ചില ഉദ്യോഗസ്ഥരുടെ ഇഷ്ടക്കാർക്ക് മാത്രം സേവനം നൽകുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു വരുന്നതെന്നുമാണ് ഉയരുന്ന ആക്ഷേപം. തോട്ടം ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പഞ്ചായത്താണ് ഉപ്പുതറ. മേഖലയിലെ ഭൂരിഭാഗം ആളുകളും കർഷകരാണ്. എന്നാൽ ഉപ്പുതറ കൃഷിഭവനെതിരെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനമുയരുന്നത്. ആളുകൾക്ക് കൃഷിഭവനിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങൾ കൃത്യമായ സമയങ്ങളിൽ ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ഉപ്പുതറ കൃഷിഭവനിൽ യാതൊരുവിധ കൃഷിഭവന്റെ പ്രവർത്തനവും ഇപ്പം നടക്കുന്നില്ല. ഈ വിള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് ഇഷ്ടമുള്ള കൃഷിക്കാരെ കണ്ടെത്തി കൊടുക്കുകയും മറ്റുള്ളവർ ചെല്ലുമ്പോഴത്തേനും ഇൻഷുറൻസ് ഇല്ല എന്ന് ഇപ്പം നിലവിൽ ഇൻഷുറൻസ് നടപടികൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുന്ന ഒരു പ്രവണതയാണ് ഇപ്പം നിലവിൽ കാണുന്നത്. ഉപ്പുതറ പഞ്ചായത്തിൽ കഴിഞ്ഞ പദ്ധതി വിഹിതത്തിൽ ടെൻഡർ നടപടികൾ ചെയ്യുന്ന മോട്ടോർ മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ ടെൻഡർ നടപടികൾ പോലും ഉപ്പുതറ കൃഷിഭവനിൽ നടത്തിയിട്ടില്ല. ഇപ്പോൾ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ദിവസങ്ങളിലും കൃഷിഭവനിൽ ചെന്ന് കഴിഞ്ഞാൽ ആളില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിൽ നടന്നു വരുന്നത്. അതിനെതിരെ ഉപ്പുതറ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. വിള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് കൃഷിക്കാർ കൃഷിഭവനിൽ എത്തുമ്പോൾ ചില ഉദ്യോഗസ്ഥർ അവരുടെ ഇഷ്ടക്കാർക്ക് മാത്രമാണ് നൽകുന്നതെന്നാണ് ആരോപണം. സാധാരണക്കാർ ചെല്ലുമ്പോൾ നിലവിൽ ഇൻഷുറൻസ് ഇല്ല എന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നത്. കപ്പ, വാഴ തുടങ്ങിയ കാർഷിക വിളകളാണ് കർഷകർ കൂടുതലായും കൃഷി ചെയ്യുന്നത്. മഴക്കെടുതിയിലും കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങളിലും വിളകൾ നശിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇങ്ങനെ പ്രതിസന്ധിയിലായ കർഷകരടക്കമാണ് നിലവിൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. അയ്യപ്പൻകോവിൽ മേരികുളം സെന്റ് മേരീസ് UP സ്കൂളിൽ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ എന്റെ മരം പദ്ധതിയുടെ ഭാഗമായി ടാഗിംഗ് ദി ട്രീ പ്രോഗ്രാം സംഘടിപ്പിച്ചു. അയ്യപ്പൻകോവിൽ കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവേൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്റെ മരം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ശാസ്ത്രനാമങ്ങൾ നൽകിയത്. സ്കൂൾ അങ്കണം ഹരിതാഭമാക്കുന്നതിന്റെ ഭാഗമായി നിരവധി വൃക്ഷങ്ങളും സസ്യങ്ങളുമാണ് വിദ്യാർത്ഥികൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പേ നട്ട സസ്യങ്ങളെല്ലാം ഇപ്പോഴും പരിപാലിച്ചു പോരുകയാണ്.
ഓരോ വിദ്യാർത്ഥികളിലും സസ്യങ്ങൾ നട്ടുപരിപാലിക്കുന്നതിന്റെയും നിലനിർത്തുന്നതിന്റെയും ആവശ്യകത മനസ്സിലാക്കുക എന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് പദ്ധതി. ടാഗിംഗ് ദി ട്രീ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം വൃക്ഷത്തിന് ശാസ്ത്രനാമം നൽകിക്കൊണ്ട് അയ്യപ്പൻകോവിൽ കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ നിർവഹിച്ചു. ഇങ്ങനെ പുറകെ നടക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മരം നടാനാണോ നേരം, പഠിക്കാനാണോ, ഹോംവർക്ക് ചെയ്യാനാണോ നേരം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ ഇത്രയും നല്ലൊരു ഗാർഡൻ സാറ് വളരെ അഭിമാനത്തോടെ പറഞ്ഞു. ഞങ്ങളുടെ കുട്ടികൾ ഒരു മുട്ടായി കടലാസ് പോലും അതിലില്ല. അത്ര കാര്യമായിട്ടാണ് അവർ അത് സൂക്ഷിച്ചു കൊണ്ടുവരുന്നത്. അവർക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് സാർ വളരെ അഭിമാനത്തോടെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പം എല്ലാവർക്കും നിങ്ങളെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ഇതിൻ്റെ നല്ല രീതിയിൽ ഇതിനെ പരിപാലിച്ചു പോകുന്ന നിങ്ങളെല്ലാവരെയും വളരെ നന്ദിയോടെ നിങ്ങൾക്ക് നല്ല അഭിനന്ദനങ്ങൾ ഞാൻ നൽകുകയാണ്. ഇതിനെ സഹായിക്കുന്ന നമ്മുടെ സാറ്, നിങ്ങളുടെ അധ്യാപകർ, സ്കൂൾ മാനേജ്മെൻറ്റ് എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ അവാർഡ് കരസ്ഥമാക്കിയ വിദ്യാലയമാണ് സെന്റ് മേരീസ് UP സ്കൂൾ. സ്കൂളിൽ വിവിധ ഇനത്തിൽപ്പെട്ട 150-ൽ പരം സസ്യവൃക്ഷങ്ങളാണ് ഉള്ളത്. മിക്കപ്പോഴും പ്രകൃതിയോട് ഇണങ്ങി വൃക്ഷ ചുവടുകളിലാണ് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. അത്തരത്തിൽ സ്കൂളിന്റെ ജൈവ വൈവിധ്യ ഉദ്യാനം കൂടുതൽ പരിപോഷിപ്പിക്കാനാണ് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും ശ്രമിക്കുന്നത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ അസിസ്റ്റന്റ് മാനേജർ ഫാദർ നോബിൾ പൊടിമറ്റത്തിൽ, ഹെഡ്മാസ്റ്റർ ജോസഫ് മാത്യു, PTA പ്രസിഡന്റ് ബിജോമോൻ ജേക്കബ്, അധ്യാപകരായ ജീത്തു എബ്രഹാം, VJ ഹരിനന്ദൻ എന്നിവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭ 20 ലക്ഷം രൂപ ചിലവഴിച്ച് ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നഗരസഭ 20 ലക്ഷം രൂപ മുടക്കിയാണ് ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിച്ചത്. 2023 സെപ്റ്റംബർ മാസം തറക്കല്ലിട്ട ശേഷം അതിവേഗത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ടോയ്ലറ്റ് കോംപ്ലക്സ് നഗരസഭാ ചെയർപേഴ്സൺ സ്കൂളിനായി തുറന്നു നൽകി. ഇനി വരുന്ന ഭരണസമിതി അനുഭാവപൂർവ്വം നമ്മുടെ ട്രൈബൽ സ്കൂളിനെ കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ ഒത്തിരി ആവശ്യങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും നമ്മുടെ ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്കൂൾ PTA പ്രസിഡന്റ് ബാബു സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ KJ പിന്നി, കൗൺസിലർമാരായ മനോജ് മുരളി, ലീലാമ്മ ബേബി, സിച്ചു ചക്കുമൂട്ടിൽ, രാജൻ കാലാച്ചിറ, സജിമോൾ ഷാജി, സോണിയ JB, ജൂലി റോയി, സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക്, SMC ചെയർമാൻ മനോജ് പതാലിൽ, KR ഷാജിമോൻ, ശാരദാദേവി, സൂര്യനാഥ് K ശിവറാം തുടങ്ങിയവർ സംസാരിച്ചു. ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിച്ച കരാറുകാരൻ തോമസ് K ജോസഫിനും നഗരസഭയ്ക്കും സ്കൂളിന്റെ ഉപഹാരം നൽകി. കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് KJ ബെന്നിക്ക് കോൺഗ്രസ് വള്ളക്കടവ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സമ്മേളനം AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് KJ ബെന്നിക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വള്ളക്കടവിൽ സ്വീകരണം നൽകി. ഉമ്മൻചാണ്ടി നഗറിൽ നടന്ന സ്വീകരണ സമ്മേളനം AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ പരിചിതരായ ആളെന്നതിൽ കൂടുതൽ വിശേഷങ്ങളും പ്രസംഗങ്ങളും ഒന്നും ആവശ്യമില്ല എന്നെനിക്കറിയാം. മനസ്സുകൊണ്ട് ബെന്നിക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന ആശംസകളോടുകൂടി നഗരസഭാ കൗൺസിലർ മനോജ് മുരളി അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, ജോയി അണിത്തോട്ടം, ഷാജി വെള്ളമാക്കൽ, ബാബു പുളിക്കൽ, സണ്ണി കോലോത്ത, ബേബി സെബാസ്റ്റ്യൻ, രാജു കാരിമറ്റം, സാബു കുര്യൻ, ബേബി വടയാറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ICDSന്റെ നേതൃത്വത്തിൽ വർണ്ണച്ചിറകുകൾ എന്ന പേരിൽ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള കലോത്സവം സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P മാലതി നിർവഹിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ICDSന്റെ 2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷി വിഭാഗം കുട്ടികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചത്. നവകേരളം ഭിന്നശേഷി സൗഹൃദമായി മുൻപോട്ടു പോകുമ്പോൾ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സംരക്ഷണവും കരുതലും സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന ലക്ഷ്യത്തോടുകൂടി ഭിന്നശേഷി കുട്ടികളിലുള്ള സർഗാത്മക കഴിവുകളെ വികസിപ്പിച്ച ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി. വർണ്ണച്ചിറകുകൾ എന്ന പേരിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ അധ്യക്ഷയായിരുന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P മാലതി ഉദ്ഘാടനം നിർവഹിച്ചു.
അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി മുഖ്യപ്രഭാഷണം നടത്തി. ICDS സൂപ്പർവൈസർ ബി സുന്ദരി, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KD അജിത്, ചെയർപേഴ്സൺ ഷീല കുളത്തുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പാഞ്ചാരി മേളത്തിൽ പതികാലം കുട്ടി അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് 12 വയസ്സുകാരിയായ അനഘ. ഇടുക്കിയിൽ നിന്നും ആദ്യമായി പതികാലം കുട്ടിക്കയറുന്ന പെൺകുട്ടിയാവാൻ ഒരുങ്ങുകയാണ് ഈ കൊച്ചുമിടുക്കി. നെടുങ്കണ്ടം മഞ്ഞപ്പെട്ടി സ്വദേശിയായ അനഘ 8 മാസങ്ങൾ കൊണ്ടാണ് പരിശീലനം പൂർത്തീകരിച്ചത്. വാദ്യകലയോടുള്ള ഇഷ്ടമാണ് 7ാം ക്ലാസ്സുകാരിയായ അനഘയെ ചെണ്ടയിലെ താളമേളങ്ങൾ പഠിക്കുന്നതിലേക്ക് എത്തിച്ചത്. 96 അക്ഷരകാലത്തിൽ ചിട്ടപ്പെടുത്തിയ പതികാലം മുതൽ പാഞ്ചാരിമേളം കൊട്ടിക്കയറി അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങുകയാണ് ഈ മിടുക്കി. മറ്റ് 12 വിദ്യാർത്ഥികൾക്കൊപ്പമാണ് അനഘയും പരിശീലനം പൂർത്തീകരിച്ചത്. ചെണ്ട അഭ്യസിക്കാൻ പെൺകുട്ടികളടക്കം നിരവധി വിദ്യാർത്ഥികൾ എത്താറുണ്ടെങ്കിലും പലരും പാതി വഴിയിൽ നിർത്തുമ്പോഴാണ് അനഘ കൈവഴക്കം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നത്. വാദ്യശ്രീ ഷിബു ശിവന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. പല സ്ഥലങ്ങളിലും ചെണ്ടമേളത്തിന്റെ പരിശീലനം നടത്തിയിട്ടുണ്ട്, അതുപോലെ അരങ്ങേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു പെൺകുട്ടിയെ ഈ രംഗത്തേക്ക് ഇറങ്ങണമെന്ന്. അതിനുവേണ്ടി പല സ്ഥലങ്ങളിലും പെൺകുട്ടികളെയൊക്കെ കിട്ടി. പക്ഷേ അവരെല്ലാം പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അനഘ എന്താണെങ്കിലും ഈ കഴിഞ്ഞ 8 മാസത്തെ പരിശീലനം കൊണ്ട് വളരെ വൃത്തിയായിട്ട് തന്നെ അത് പഠിച്ചെടുക്കുകയും ഈ വരുന്ന ഫെബ്രുവരി 11-ാം തീയതി അരങ്ങേറ്റത്തിന് തയ്യാറായിരിക്കുകയാണ്. അത് ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി പഞ്ചാരിമേളം പതികാലത്തിൽ അരങ്ങേറ്റം ചെയ്യുന്നത്. ചെറുതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ പഞ്ചാരിമേളം പതികാലത്തിൽ ആദ്യമായിട്ടാണ് അരങ്ങേറ്റം ചെയ്യുന്നത്. അതിനുള്ള സന്തോഷത്തിലാണ്. നെടുങ്കണ്ടം മഞ്ഞപ്പെട്ടി ശാഖായോഗം സംഘടിപ്പിച്ച പരിശീലന കളരിയിലൂടെയാണ് അനഘയും മറ്റു കുട്ടികളും പരിശീലനം പൂർത്തീകരിച്ചത്. 6339 നമ്പർ മഞ്ഞപ്പെട്ടി ശാഖായോഗത്തിലെ നമ്മുടെ വാദ്യകലാകാരനായ ഷിബുമാഷിൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 12ഓളം കുട്ടികളെ ഇവിടെ ചെണ്ടമേളം അഭ്യസിപ്പിച്ചു വരികയായിരുന്നു. ചുരുങ്ങിയ 8 മാസ കാലയളവിൽ കുട്ടികളുടെ അരങ്ങേറ്റം നെടുങ്കണ്ടം ശ്രീ ഉമാമഹേശ്വര ഗുരുദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 11-ാം തീയതി നടത്തപ്പെടുകയാണ്. ഇതിലൊക്കെ ഏറെ സന്തോഷകരമായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ ഒരു പെൺകുട്ടിയെ പഞ്ചാരിമേളം പഠിപ്പിച്ച് അരങ്ങേറ്റം നടത്തുവാനായിട്ട് മഞ്ഞപ്പെട്ടി ശാഖായോഗത്തിൻ്റെ യൂത്ത് മൂവ്മെൻ്റെ നേതൃത്വം നടത്തിയ ഈ ചെണ്ടമേള പ്രാക്ടീസിൽ നടത്തുവാനായിട്ട് നമുക്ക് ശാഖായോഗത്തിനും നമ്മുടെ ഷിബു മാഷിനും സാധിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 11-ന് നെടുങ്കണ്ടം ഉമാമഹേശ്വര ക്ഷേത്രം ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന 101 പേരുടെ മേളത്തിലാണ് അനഘയുടെയും കൂട്ടുകാരുടെയും അരങ്ങേറ്റം.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കുമളി സ്പൈസ് മോർ ട്രേഡിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 160, വിൽപ്പനയ്ക്ക് വന്നത് 49,245, വിൽപ്പന നടന്നത് 48,916, കൂടിയ വില 2,191, ശരാശരി വില 1,643. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 580 രൂപ, ഏലം കൂടിയ വില 1,650, ഏലം ശരാശരി വില 1,300. കാപ്പിപ്പരിപ്പ് 240, ഗ്രാമ്പു 960, കൊക്കോ 60, റബ്ബർ 140. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,770 രൂപ, വെള്ളി 77. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സംസ്ഥാന യുവജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ചിയാർ കോവിൽമല ITDP ഹാളിൽ സംഘടിപ്പിച്ച ആരോഗ്യ ക്യാമ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യരംഗത്ത് സമീപകാലത്ത് ജില്ല വലിയ മുന്നേറ്റം നടത്തിയതായി മന്ത്രി. ജില്ലയിലെ ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വലിയ അനുഗ്രഹമായി മാറിയിരിക്കുകയാണെന്നും റോഷി അഗസ്റ്റിൻ. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചൊറിയാൻ രാജിവെച്ചു. രാജി സമർപ്പിച്ചത് മുന്നണി ധാരണ പ്രകാരം 1.5 വർഷക്കാലം പൂർത്തിയാക്കിയതോടെ. കൈവശ ഭൂമിക്ക് പട്ടയം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ വയോധിക നടത്തിവന്ന സമരം ഫലം കണ്ടു. കലയന്താനി സ്വദേശി അമ്മിണിക്ക് പട്ടയം നൽകാൻ അർഹതയുണ്ടെന്ന് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. പട്ടയം കയ്യിൽ കിട്ടാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് അമ്മിണി. കട്ടപ്പന മിനി സ്റ്റേഡിയത്തിന് സമീപം നിർമ്മാണം പൂർത്തിയാക്കിയ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെയും നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെയും സ്മൃതി മണ്ഡപം നാടിന് സമർപ്പിച്ചു. കട്ടപ്പന നഗരസഭ സ്മൃതി മണ്ഡപത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് 11 ലക്ഷം രൂപ വിനിയോഗിച്ച. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്മൃതി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.